So in the last class we studied about desktop icons and all. Then can you see on the screen anything? Shafi and all, Christy, Sinda and all, look at the screen please. Okay. So morning we studied about my computer, isn't it? My computer എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? My computer എന്ന് പറയുന്ന ഓപ്ഷൻ this PC or ഇതില് see here desktop pictures, local disk, DVDs. Who is drawing? ഇത്ര പെട്ടെന്ന് കുരുത്തക്കേട് മാത്രം കാണിച്ചാൽ മതിയേ, ലൈക്ക് KG ചിൽഡ്രന്. Okay. Okay, see this desktop pictures, device, Windows, Windows OS C. ഇവിടെ ലോക്കൽ ഡിസ്ക് C എന്ന് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്? അതാണ് ഈ സാധനം വിൻഡോസ്. നെക്സ്റ്റ് ലെനോവ ഡി, നമ്മുടെ ലാപ്ടോപ്പിന്റെ പേരാണ് ലെനോവ, അതിന്റെ ഇത്. നെക്സ്റ്റ് DVD RW ഡ്രൈവ് E. നെക്സ്റ്റ് ഹിയർ നെറ്റ്വർക്ക് ലൊക്കേഷൻസ് അജിത് ഓണർ, അത് വേറെ ഇത് കണ്ടോ നിങ്ങളാ? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഇതിനകത്തൊന്നും ഫ്ലോപ്പി ഡിസ്ക് ഇടുന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, സോ ഇഫ് യു ക്ലിക്ക് ഓൺ ദി ഡെസ്ക്ടോപ്പിൽ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിംഗ് വിൻഡോസിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ കമ്പ്യൂട്ടർ, മൈ ഡോക്യുമെന്റ്സ് ആൻഡ് റീസൈക്കിൾ ബിൻസ് ആർ സം കോമൺസ്. ഐ വിൽ ക്ലിക്ക് ഓൺ ദി ഡെസ്ക്ടോപ്പ്. ഈ ഡെസ്ക്ടോപ്പിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നാണ് നമ്മുടെ ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്ന ഈ ലാപ്ടോപ്പില് എന്തൊക്കെയാണ് ഡെസ്ക്ടോപ്പ് ഉള്ളതെന്നാണ്. സം നോട്ട്സ്, സംതിങ് ആൻഡ് ഓൾ ലൈക്ക് ദാറ്റ് വേ. ഓക്കെ, please mute yourself please. If I want to open any videos from this any desk, അതിനകത്തൊന്നും ഒന്നുമില്ല, ഫോൾഡർ ഒക്കെ എംപ്റ്റി ആണ് കേട്ടോ, അതുകൊണ്ടാണ്. നമ്മുടെ സ്ക്രീനിലുള്ള എന്തെങ്കിലുമൊക്കെ കാണുന്നതിന് വേണ്ടിട്ടാ. നമ്മുടെ ഇപ്പൊ ഇതൊരു ഐക്കോൺ ആയിരുന്നു. ഐ ജസ്റ്റ് ക്ലിക്ക് ഇറ്റ്, ഡബിൾ ക്ലിക്ക് ഇറ്റ്, ഇറ്റ് വാസ് ഓപ്പൺഡ്. ഓക്കെ, നമുക്ക് എന്താണോ നമ്മുടെ സ്ക്രീനിലുള്ളത് അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും. Okay. See, those who came late, I'm telling, I'm taking computer now this period instead of English. Okay. So please take your computer textbook with you. മനസ്സിലായോ? അതായത് ഈ പീരീഡും കൂടെ കമ്പ്യൂട്ടർ എടുക്കുകയാണ്, കാരണം ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. മാൻസാമിസിന് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കേണ്ടി വന്നതുകൊണ്ട്, ടീച്ചർ ലീവ് ആയിരുന്നതുകൊണ്ട് മാൻസാമിസിന്റെ ക്ലാസ് ഇപ്പൊ ഞാൻ എടുക്കുകയാണ്. അപ്പൊ നിങ്ങള് കമ്പ്യൂട്ടർ ടെസ്റ്റ് എടുക്കാത്തവര് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക. ഓക്കെ,
ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് വരിക, അത്രേ ഉള്ളൂ. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചത് കണ്ടായിരുന്നോ? ഡിഡ് യു സീ ദാറ്റ്? ഓക്കെ. സേ പ്രോപ്പർലി ആൻസർ ഓസ്. എന്താ പറഞ്ഞ മോളെ? കണ്ടില്ലെന്നാണ് പറഞ്ഞേ? Answer is facing net problem, I think. Okay, next again we have to see this visual, my documents. Documents and one option under. See my documents, this I double clicked it. My documents icon on the desktop contains files and folders. See on this screen you can see many files. Once again I'll go back. Here a desktop documents. Can you see on the screen please? Look at this PC desktop class 1 semester class adellam idinatholladana oro idile next PG process Zoom documents downloads music pictures videos Windows Lenovo network angane kore 65 items have been given there. Okay, in this we will click on documents. I clicked on documents. Alna Agustin, please look at the screen. Mole screen noku ട്ടോ. Okay, so when we click on my documents, the files which are there on documents will be shown. Appo idinathulla documents aanu ee kanunnadellam. Okay, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഏത് വേണോ we have to double click it. If you want to open this Zoom, double click it. Here 3 ഇതിനകത്ത് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് we have to double click it. My document icons on the desktop contains files and folders. A file contains the information stored in the computer. There are many types of files like text files, sound files, image files and movie files. Okay, here what was Midas woman in cinema office word. ഇത് റിട്ടേൺ ഡോക്യുമെന്റ് ഇതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, next here many are there. Okay, next one is a recycle bin. ഇതിനകത്തുള്ളതാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. റീസൈക്കിൾ ബിൻ മീൻസ് വാട്ട്? What is the meaning of recycle bin? Recycle bin means what? It's a dustbin. Recycle bin means it's a dustbin. Dustbin എന്ന് പറഞ്ഞാൽ എന്താണ്? Devanjana, what is dustbin? What is dustbin is used? Garbage. Garbage. Okay, dustbin means where we put waste. Aaron Gajit. Where do we put waste? എന്ന് പറഞ്ഞാല് നമ്മള് വേസ്റ്റ് കളയുന്ന സാധനമാണ്, വേസ്റ്റ് ഒക്കെ കൊണ്ടിരുന്ന സാധനമാണ് ഡസ്റ്റ്ബിൻ. സോ കമ്പ്യൂട്ടറിന്റെ വേസ്റ്റ്, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തട്ടുന്ന ഒരു സ്ഥലമാണ് റീസൈക്കിൾ ബിൻ. വാട്ട് ഇസ് ദാറ്റ്? റീസൈക്കിൾ ബിൻ. റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് നമ്മള് എവിടെ നമുക്ക് എന്താ അതിനുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? Waste കളയും. Waste means wait. വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയും. വെരി ഗുഡ്. നമുക്ക് വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മളറിയാം, നിങ്ങൾക്കറിയാം ഓരോ ടീച്ചേഴ്സും എത്ര ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ? ഒരു ദിവസം തന്നെ ഓരോ ക്ലാസ്സിന് വേണ്ടിട്ട് ഈ ലാപ്ടോപ്പിൽ കുറെ ക്ലാസ്സുകൾ എടുക്കും. ആഫ്റ്റർ ടേക്കിംഗ് ഈ ക്ലാസ് എല്ലാം എടുത്ത് റെക്കോർഡിംഗ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? We will convert it and we will take a copy to the pen drive. ഇത് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു കോപ്പി പെൻ ഡ്രൈവിലേക്ക് ആക്കും. എന്നിട്ട് ഇതിനകത്ത് ഒരു കോപ്പി ഉണ്ടാകും. നമ്മൾ പെൻ ഡ്രൈവിൽ എടുക്കുന്ന കോപ്പി പിന്നെ കൊണ്ടുപോയിട്ട് കൺവേർഷൻ ചെയ്തിട്ട് നമ്മൾ റീനെയിം ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലേക്കും യൂട്യൂബ് ലിങ്കിലേക്കും ഒക്കെ ഇടും.
അപ്പൊ ഇതിനകത്ത് ഒരു കോപ്പി ഓൾറെഡി ഉണ്ട് അല്ലെ. അപ്പം അത് ഇതിനകത്ത് കിടക്കുന്ന കോപ്പി നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം we will delete it. Otherwise what will happen? It will be filled with all classes. Nearly 45 minutes class, nearly 40-45 minutes class will be there. So daily if teachers 10 periods, 12 periods and all class ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എത്ര ക്ലാസ് ഇതിനകത്താകും? കമ്പ്യൂട്ടർ ഫുൾ ഇതിന്റെ മെമ്മറി ഫുൾ ആക്കി പോകും അല്ലെ. So what we will do? We will delete it. And not only classes, what all things we have typed, what all things are not necessary for us now, after the use, what we will do? We will delete it. ഡിലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വേസ്റ്റ് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കളയുകയോ ചെയ്യുന്നത്, ഡസ്റ്റ്ബിനകത്തോട്ട് കൊണ്ടിട്ട് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ we will put it in that waste dustbin, isn't it? Like that way കമ്പ്യൂട്ടറിലുള്ളതെല്ലാം കൂടെ ഇത് എന്ത് ചെയ്യും? പിന്നെ അത് ഇതിന്റെ റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന സംഭവത്തിൽ കിടക്കും. നിങ്ങൾക്കറിയാം, ചിത്രത്തിൽ കണ്ട ഒരു സഞ്ചി പോലത്തെ ഒരു സാധനമാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പം ആ റീസൈക്കിൾ ബിന്നില് അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, പേജ് നമ്പർ 26. റീസൈക്കിൾ ബിന് ഒരു സഞ്ചി പോലെയുള്ള എന്ന് വെച്ചാൽ നമ്മളുടെ ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട്. If we want once afterwards, if we want check it again, we can go to recycle bin and we can get it back. അതായത് നമ്മളിപ്പോ ടൈപ്പ് ചെയ്തത് നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത സംഭവം, വീഡിയോ ആയിക്കോട്ടെ, ഓഡിയോ ആയിക്കോട്ടെ, പിക്ചേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, whatever it may be that we have deleted, it will go to the recycle bin. And after 1 month, if we feel like getting it back, we can get it back. Go to the recycle bin, source there, what all things are there. Up to now, what we have deleted, all those things are there, and we can get it back from there. നമ്മള് ഒരു മാസം 2 മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഈ ഡിലീറ്റ് ചെയ്ത സംഭവം വീണ്ടും നമുക്ക് ആ സമയത്ത് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ we will go to recycle bin and then we will get it back. അതിനകത്തുണ്ടാകും. I think in your mobile, if you get many videos or audios and all, and if the memory is full, what you will do? Kripa Mary Abraham, please unmute fastly. You are using mobile phone or computer for the class? What are you using? Mobile phone or computer? Mobile phone. Yes, okay. See, I think every day you will, after the class, you will get the YouTube link and the class teacher, this classes voice clip and notes, everything in your phone. And not only that, you will get many other videos and audios and pictures and all from your friends and relatives and all, isn't it? And the phone's memory is full. What you will do, Kripa? Then, if the phone's memory is full, what you will do, Kripa? Kripa, I am asking you, if the phone's memory is full, what you will do? Don't know. You will not do anything. Okay. Agnes, do you know what you will do? Agnes and yeah, very good. Phones, some unwanted things we will delete, which are not much important, we will delete, isn't it? So നമുക്ക് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ കുറെ എണ്ണം നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യും. Then there will be some space for new videos or audios and all. അപ്പം ഇതങ്ങോട്ട് ഡിലീറ്റ് ആകുമ്പോൾ നമുക്കറിയാം അതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. നമ്മൾ പുതിയ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്താ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ. ഓക്കെ, ഈ ഡിലീറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എവിടെ പോകും അറിയാവോ ആർക്കെങ്കിലും? നമ്മളിപ്പോ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത സംഭവങ്ങള് പിന്നെ നമുക്ക് can we get it back? Ebin Biju is ready to answer. Please unmute and tell me fastly. Ebin answer പറയാൻ വേണ്ടിയാണോ കൈ പൊക്കിയേക്കുന്നേ? Ebin, why did you raise the hand to answer or? മോനെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക, കേൾക്കുന്നില്ല നമ്മത്തെ. എന്തോ മോനെ കേട്ടില്ലടാ എബിൻകുട്ടാ.
എബിൻ പറഞ്ഞത് കേട്ടില്ല മോനെ, അൺമ്യൂട്ട് ആവുന്നില്ലേ? റേഞ്ച് കുറവാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, can anybody answer? സൂര്യദേവ്, can you answer? If we delete an item, where it will go? നമ്മൾ ഡിലീറ്റ് ചെയ്ത ഐറ്റം നമുക്ക് പിന്നെ കിട്ടുവോ? ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത സംഭവം? No. ഇല്ല എന്നാരാ പറഞ്ഞ? ദേവാഞ്ജന is telling no. Anybody has any other different answer? വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആൻസർ ഉണ്ടോ? എല്ലാവരും നോ ആണ് പറയുന്നേ. ഓക്കെ ഓക്കെ, ഞാൻ പറയുന്നു സം ഫോൺ ഹാസ് ദ ഫെസിലിറ്റി ടു കീപ് ഇറ്റ് ഇൻ ഇറ്റ്സ് മെമ്മറി. നോട്ട് ഓൾ ദ ഫോൺ, എല്ലാ ഫോണിനും അല്ല, ചില ഫോണിന് മാത്രം അതിന്റെ മെമ്മറിയിൽ അതിന്റെ മെമ്മറിയിൽ ഫോർ എ certain periods it will keep it there. Means not after 1 month, after 1 year, nearly 1 month and all, it will be, even deleted items will be in some phones memory. ചില ഫോണുകളുടെ മെമ്മറിയിൽ ഒരു മാസത്തോളം 1-2 മാസത്തോളം ഒക്കെ കിട്ടും. അതായത് ഹൈ പവർ, കുറച്ചുകൂടെ നല്ല വിലയുള്ള ഹൈ പവർ GB ഉള്ള നല്ല മെമ്മറി കൂടുതലുള്ള ഫോണിലാണെങ്കിൽ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ, അതായത് ടീച്ചറൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഒരു ഫോണാണ്, അത്രയും ഫോണിലൊന്നും കിട്ടില്ല. ഓക്കെ, അത് once if deleted, it is deleted. I will not get it back. ഞാൻ ഡിലീറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ഒന്ന് വാട്സപ്പിലൊക്കെ കിടക്കും, നോക്കി ചിലപ്പോൾ അതിങ്ങനെ ഡൗൺലോഡ് ആയി വരും, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നിൽക്കുന്നില്ല എന്റെ ഫോണിലൊന്നും. ചില ഫോണിൽ ചില ടീച്ചേഴ്സ്, ചില ആൾക്കാർ പറയുന്നത് 1 month 2 months ഒക്കെ മെമ്മറിയിൽ തന്നെ അതവിടെ കിടക്കും, കാണുന്നില്ലെങ്കിൽ പോലും ഉണ്ട് എന്നാണ്. We can retrieve it, get it back. But in computer, it will go to the recycle bin and we will get it back. Okay. So recycle bin is the dustbin of the computer. When we delete files or folders, they go into the recycle bin. It stores files and folders before they are permanently deleted. ഇനി നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കിട്ടില്ല. ദാറ്റ് ഇസ് പെർമനന്റ്ലി ഡിലീറ്റഡ്. വൺസ് നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസ് ഇഫ് ഡിലീറ്റ്, ഇറ്റ് വിൽ ഗോ ടു ദ റീസൈക്കിൾ ബിൻ ആൻഡ് ഇറ്റ് വിൽ ബി there, we can get it back. Okay, but if you delete from the recycle bin, it is permanently deleted, then we will not get it back. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിലീറ്റ് ചെയ്തു, ചിലപ്പോൾ ഞങ്ങൾ ക്ലാസ് ഒക്കെ ഇതുപോലെ എടുത്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് താഴെ ചെന്ന പെൻഡ്രൈവിൽ നിന്ന് താഴത്തെ ആ കമ്പ്യൂട്ടർ നമ്മൾ ശരിയാക്കുമ്പോൾ ചിലപ്പോൾ അത് അവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പം അറിയാതെ ഡിലീറ്റഡ് ആയി പോവോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, തിരിച്ചിവിടെ വന്ന് റീസൈക്കിൾ ബിന്നിൽ സെർച്ച് ചെയ്യും. ബിക്കോസ് വി ആർ ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ദർ ഇൻ ദ റീസൈക്കിൾ ബിൻ. സെർച്ച് ചെയ്ത് വീണ്ടും ഞങ്ങൾ അത് റീട്രൈവ് ചെയ്തെടുക്കും. മനസ്സിലായോ? പക്ഷേ ഇനി നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്ന് ഡിലീറ്റിന് വേണ്ടിയിട്ട് കൊടുത്തുവെങ്കിൽ പിന്നെ നമുക്കത് കിട്ടുകയില്ല. ഇറ്റ് ഈസ് പെർമനന്റ്ലി ഡിലീറ്റഡ് ഫ്രം ദെയർ. ഓക്കെ, ക്രിസ്റ്റി എന്താ മോനെ അവിടെ ഒരു പ്രശ്നം, കേൾക്കുന്നില്ലേ? ഓക്കെ, so stores files and folders before they are permanently deleted. അപ്പം അതിൽ നിന്ന് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് വരെ ആ റീസൈക്കിൾ ബിന്നിൽ നിന്ന് നമുക്ക് റീട്രൈവ് ചെയ്യാൻ പറ്റും, അബദ്ധവശാലൊക്കെ ഡിലീറ്റഡ് ആയി പോകുന്ന സംഭവങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വാൾപേപ്പർ. വാൾപേപ്പർ എന്ന് പറഞ്ഞപ്പോ എന്താ നമ്മൾ രാവിലെ പറഞ്ഞത്, ഫോണിന്റെ പ്രൊഫൈൽ പോലത്തെ സംഭവമാണ്. The backdrop of the desktop is called wallpaper. Figure 4.1 അതായത് നമ്മൾ ആദ്യം കാണിച്ച ചിത്രം, പേജ് നമ്പർ 425, പേജ് നമ്പർ 25 നമ്മൾ കാണിച്ച, രാവിലെ കാണിച്ചിരുന്നില്ലായിരുന്നോ? That is wallpaper. Any picture or something like that way. The backdrop of the desktop is called wallpaper. We can change wallpaper. ഇപ്പൊ ഇതിനകത്തുള്ളതല്ല വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 second, let me see whether it is. Let me see whether I can share the screen or not in this.
Okay. Arrange icons by the options view. Sorry, കിട്ടത്തില്ല ട്ടാ ഇതിനകത്ത് ഇപ്പം കാണിക്കാൻ പറ്റൂല. Share with stop sharing, create group, new folder. Okay, ഇതിനകത്ത് file. Let me see once again. See, those who have to unmute, please unmute. Sorry, mute ചെയ്യാം, mute ചെയ്യാം. Mute ചെയ്യേണ്ട ആള്. Okay. നിങ്ങൾ മുന്നേ ഒരു ക്ലാസ്സിൽ ഇതിന്റെ മെമ്മറി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ടൈപ്പ് സിസ്റ്റം ഫോൾഡർ, ജനറൽ ഷെയറിംഗ് ഇവിടെ നോക്കാം. സൈസ് 504 bytes. Size on disk 0 bytes, contains 1 file 0 folder. Okay. Okay, story. എനിവേ നിങ്ങൾ ഇതിൽ നോക്കുക, നമ്മളുടെ വാൾപേപ്പർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ചിത്രം മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക്. നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ മാറ്റാറുണ്ട് അല്ലെ? ഒരു ദിവസം ചേട്ടന്റെ ഫോട്ടോ ഇട്ടാൽ പിറ്റേ ദിവസം നിങ്ങളുടെ ഫോട്ടോ ഇട്, അടുത്ത ദിവസം അനിയന്റെ ഫോട്ടോ ഇടും അല്ലെ ഫോണിനകത്ത്. ഇവരുടെ 2 പേര്. ഓക്കെ. So right click on the desktop, select and click on properties. A window appears. ഞാൻ നോക്കിയിട്ട് സംഭവം ഒന്നും വന്നില്ല. Share screen. അതിനകത്ത് വരുന്ന share screen. അല്ല ഇങ്ങനെ തന്നെ വരുള്ളൂ, പ്രോപ്പർട്ടീസ് വരുന്നില്ല. യാ പ്രോപ്പർട്ടീസ്, വിൻഡോ അപ്പിയേഴ്സ്, അറേഞ്ച് ബൈ ഐക്കോൺ. അതാവുന്നില്ല കേട്ടോ, മിസ് നോക്കിയിട്ട് ശരിയാവുന്നില്ല. ടൂൾ ബാർസ്